ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നോമ്പ് 19 ആയിട്ടോ. അപ്പോൾ നോമ്പ് 19-ന് നമുക്കൊരു നോമ്പ് തുറയുണ്ട്. ഷൈമുക്കാടെ ഉമ്മാടെ താത്താടെ വീട്ടിലാണ് കേട്ടോ. താത്തി എന്നാണ് ഞങ്ങളെല്ലാവരും വിളിക്കുക. അപ്പോൾ താത്തിയുടെ വീട്ടിൽ നിന്ന് നോമ്പ് തുറയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് താത്തിയുടെ വീട്ടിലേക്ക് വളരെ കുറച്ച് ദൂരം തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇസ്മുക്കുട്ടി ഇപ്പോൾ ഒരുവിധമൊക്കെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. പനിയൊക്കെ കുറഞ്ഞു, ഇൻഫെക്ഷനൊക്കെ കുറവുണ്ട്. ഇനി 2 ദിവസം കഴിഞ്ഞ് ഒന്ന് ഡോക്ടറെ കാണിക്കണം കേട്ടോ. വണ്ടിയിൽ കയറിയാൽ ഇസ്മുക്കുട്ടി തീരെ വണ്ടിയിൽ ഇരിക്കില്ല. ഈ കമ്പി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ, സീറ്റിൽ ചവിട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ചെയ്യുക. തീരെ ഇരിക്കില്ല. നമ്മൾ ഇരിക്കാൻ വേണ്ടി എത്ര ബലം പിടിച്ചാലും അവൾ അതിനേക്കാൾ ബലം പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കൂട്ടാ. അപ്പോൾ അങ്ങനെ ആയിട്ട് അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ എത്താനായിട്ടുണ്ട്. ശരിക്കും ഉമ്മാൻ്റെ വീട് അവിയൂരാണ് കേട്ടോ. അവിയൂരായിരുന്നു ഉമ്മ പണ്ട് താമസിച്ചിരുന്നത്. ഉമ്മയുടെ തറവാടും എല്ലാം അവിയൂർ തന്നെയാണ്. പിന്നെ അങ്ങനെ കല്യാണം കഴിച്ചിട്ടൊക്കെയാണ് ഉമ്മ ചെറുമനേങ്ങാടിക്ക് പോയത് കേട്ടോ. അപ്പോൾ ഉമ്മയുടെ ഫാമിലിയും പിന്നെ അതുപോലെ തന്നെ പഴയ അയൽവാസികളും കാര്യങ്ങളൊക്കെ ഇവിടെ അവിയൂരാണ് കേട്ടോ. അപ്പോൾ അവിടെ വന്നതിന് ശേഷം എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ താത്തിയുടെ വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഇത് താത്തിയുടെ വീട്ടിലുണ്ടായ സപ്പോട്ടയാണ് കേട്ടോ. അപ്പോൾ താത്തി പറഞ്ഞു നമുക്ക് ചിക്കു ഷെയ്ക്ക് അടിക്കാം, പിന്നെ അതുപോലെ തന്നെ ചക്കരമ്പത്ത് അടിക്കാം, പിന്നെ പുതിന അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ താത്തി ബീഫ് ഇവിടെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. താത്തിയുടെ ഷൈമുക്കാടെ മൂത്തുമ്മാടെ മോള് നാളെ പുലർച്ചെ ഗൾഫിൽ പോവാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ താത്തിയുടെ മക്കൾക്കും കൊടുത്തേക്കാൻ വേണ്ടിയിട്ടുള്ള ബീഫൊക്കെ താത്തി ഇതാക്കുന്നുണ്ട്. പിന്നെ നമുക്കും ബീഫൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ താത്തി വേറൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പത്തൽ പറയും, നെയ്പ്പത്തൽ പറഞ്ഞിട്ട് പച്ചരിയും പപ്പടമൊക്കെ വെച്ച് അരച്ചിട്ടുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിലേക്ക് വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് പത്തിരി ഉണ്ട്, പത്തിരി ചിക്കൻ കറി ഉണ്ട്, നെയ്പ്പത്തൽ ചിക്കൻ കറി ഉണ്ട്, പിന്നെന്താ കപ്സ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ സമൂസ ഉണ്ട്. അപ്പോൾ സമൂസയ്ക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു താത്തി. അപ്പോൾ ഞാൻ അത് ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ അപ്പോൾ താത്തി അത് പൊരിച്ചിട്ട് തന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കുറച്ച് പൊരിക്കാനുണ്ട്. പിന്നെ ബീഫ് താത്തി മുന്നേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ചിക്കൻ കറി അടുപ്പത്തുണ്ട്. അങ്ങനെ പണികളെല്ലാം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ ഇതാ ഒരു സൈഡിൽ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ബാക്കി പൊരിക്കാനിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പണികളും ഒരുവിധമൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ താത്തിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി ഞങ്ങളെല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള പണികളും കൂടി അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ജ്യൂസ് അടിക്കൽ, ഫ്രൂട്ട്സ് കട്ട് ചെയ്യൽ, അതൊക്കെ പിന്നെ ലാസ്റ്റ് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചെന്നതിൻ്റെ ശേഷമാണ് കട്ട് ചെയ്തതും കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. പിന്നെ അതുപോലെ താത്തി വേറൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബ്രെഡ് വെച്ചിട്ട് ബ്രെഡ് പോളാന്ന് പറഞ്ഞിട്ട് ബ്രെഡിനെ ഇങ്ങനെ അതിൻ്റെ അരിയൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ പാലിലൊക്കെ കുതിർത്തിയിട്ട് എന്തോ സവാള, തക്കാളി അങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു ബ്രെഡ് പോളാന്ന് പറഞ്ഞിട്ട് കോഴിമുട്ടൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് താത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ശരിക്കും ഈ വേറെ ഒരു പോളുണ്ടാക്കില്ല, ചിക്കനൊക്കെ ഫില്ലിങ് വെച്ചിട്ട് അതുപോലെ ചിക്കനില്ല, അത്ര വ്യത്യാസം തന്നെ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സമയം ഏകദേശം ആയപ്പോൾ നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചു. മുസമ്പി ഉണ്ട്, ഷമാം ഉണ്ട്, പിന്നെ കറുത്ത മുന്തിരി, ആപ്പിൾ ഉണ്ട്, പച്ചമുന്തിരി ഉണ്ടായിരുന്നു, പിന്നെ സമൂസ ഉണ്ട്. പിന്നെ നമ്മൾ ബ്രെഡ് പോളൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ബാങ്ക് കൊടുത്തു. അപ്പോൾ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആകെ തിക്കും തിരക്കൊക്കെ ആയി. അപ്പം നമുക്ക് ശരിക്കും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എല്ലാവരും ഈത്തപ്പഴമൊക്കെ കഴിച്ചു, വെള്ളമൊക്കെ കുടിച്ചു, എല്ലാവർക്കും ഷെയ്ക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചൂടാറിയതിന് ശേഷമാണ് നമ്മുടെ ബ്രെഡ് പോള നമ്മൾ കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയും വിഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മക്കളൊക്കെ ഇത് കണ്ടപ്പോൾ ഹായ് പിസ്സ എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, മട്ടിപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ. പിന്നെ സമൂസയും ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. വെള്ളം കുടിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും വയറ് നിറഞ്ഞു കേട്ടോ. അങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഞാൻ അധികം കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ താത്തി വിളമ്പി വെച്ചിട്ടുണ്ട്. കപ്സ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കപ്സ കേട്ടോ. പെട്ടെന്നാണ് താത്തി ഉണ്ടാക്കിയത്. അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ലാന്ന് തോന്നുന്നുണ്ട് കപ്സ ഉണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വേഗം ഉണ്ടാക്കി കഴിയുകയും ചെയ്തു കേട്ടോ. കപ്സയുടെ കൂടെ ആ ടൊമാറ്റോ ചട്നി വെച്ചിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് പിന്നെയും കഴിക്കാനായിട്ട് തോന്നുന്നു. നല്ല രസമുള്ള സംഭവമായിരുന്നു. പിന്നെ പത്തിരി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ബീഫ് വരട്ടിയതുണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, നെയ്പ്പത്തലുണ്ട്. അങ്ങനെ വിഭവസമൃദ്ധിയായിട്ടുള്ളൊരു നോമ്പ് തുറയായിരുന്നു കേട്ടോ.
ബീഫ് വരട്ടിയതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഉമ്മ ഒന്നും അങ്ങനെ ബീഫ് കൂട്ടില്ല. അതുപോലെ താത്തി മൂത്താപ്പ അവരൊന്നും കഴിച്ചില്ല കേട്ടോ ബീഫ്. ഞങ്ങളെല്ലാവരും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വരട്ടിയത്. താത്തി അത് മക്കൾക്ക് കൊടുത്തേക്കാനും പിന്നെ ഞങ്ങൾക്കും കൂടിയിട്ട് ഉണ്ടാക്കിയതാണ്. അടിപൊളിയായിരുന്നു. പിന്നെ ചിക്കൻ കറിയും ആ പത്തലിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ പൊരിച്ചതും പത്തിരിയും കപ്സയും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കപ്സയും പിന്നെ അതുപോലെ തന്നെ പത്തലുമാണ് കഴിച്ചത്. കപ്സ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ്. പറയുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോഴും കൊതിയാവണു. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 9 മണി 9:30 ഒക്കെ ആകുമ്പോൾ ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോന്നു. ഇപ്പോൾ വിളിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പുതുറയുടെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്.